കൊച്ചിയിൽ ലുലു IT ട്വിൻ ടവർ ഇന്ന് പ്രവർത്തനം തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം നിർവഹിക്കും. ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസൈറ്റ് ഹെലിപാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ദൃശ്യങ്ങളിൽ കാണാം. എറണാകുളം MP ഹൈബി ഈഡനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ ചടങ്ങാണ്, ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ട്വിൻ ടവറാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതിൻ്റെ? ഡാനി, രഞ്ജിത്ത്, ട്വിൻ ടവറിന്റെ ഉദ്ഘാടനം അപ്പോൾ അല്പസമയത്ത് താഴെ അതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്തിന്റെ IT വികസന രംഗത്ത് തന്നെ നിർണായകമാകുന്ന, വളരെ നാഴികക്കല്ലാകുന്ന കെട്ടിടമാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ട്വിൻ ടവറുകൾ വിഭാവനം ചെയ്യുന്നത് ഏതാണ്ട് 30,000 പേർക്ക് നേരിട്ട് തൊഴിൽ ചെയ്യാവുന്ന ഒരു അവസരമാണ് ഇവിടെ ഇൻഫോ പാർക്കിന്റെ ഭാഗത്ത്, സ്മാർട്ട് സിറ്റി ഭാഗത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ഈ 30 നിലകളോളം വരുന്ന രണ്ട് ടവറുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു IT വികസന രംഗത്ത് വളരെ നിർണായകമാകുന്ന ചുവടുകളിലേക്ക് കടന്നിരിക്കുന്നു. സ്വകാര്യ മേഖലയിൽ തന്നെ വരുന്ന വലിയ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. വലിയ ബഹുരാഷ്ട്ര കമ്പനികളടക്കം ഇവിടേക്ക് വരുന്നു. ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ ചില കമ്പനികൾ ഇതിലെ ഒരു പ്രവർത്തനത്തിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പദ്ധതി പൂർത്തിയാവുന്നതോടുകൂടി, ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി കൂടുതൽ പേർ ഇതിലേക്ക്, ഈ കമ്പനികൾ ഇതിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ A big round of applause. ഡാനി, ഉദ്ഘാടന ചടങ്ങ് തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. എല്ലാവരും എത്തി അവിടെ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
രഞ്ജിത്ത്, ഉദ്ഘാടന ചടങ്ങ് അതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ താഴെ IT ടവറിന്റെ അതിൻ്റെ ഒരു പ്രധാന സവിശേഷതകൾ അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അത് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളും തന്നെ താഴേക്ക് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇതിൽ 1500 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിയാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 1500 കോടി മുതൽ മുടക്കിലാണ് IT സമുച്ചയം തീർത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമേറിയതും ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമാണ് ലുലു IT ട്വിൻ ടവറുകൾ. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ളതാണ് 2 കെട്ടിടങ്ങളും. 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. 25 ലക്ഷം ചതുരശ്ര അടി IT കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30,000-ഓളം IT പ്രൊഫഷണലുകൾ പുതുതായി സംസ്ഥാനത്തേക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, നിലവിൽ ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് കാക്കനാട് മേഖലയിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള വികസന പദ്ധതികളുടെ ഏറ്റവും നെടുന്തൂണായി വന്നിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ്. അതിലേക്ക് കൂടിയാണ് ഈ പുതിയ പദ്ധതികൾ കൂടി യാഥാർത്ഥ്യം ആകുന്നത്. ഏതാണ്ട് ഇതിൽ ഏറ്റവും പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റിക് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളടക്കം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകി ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്നതാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ അടക്കം. അതായത് ഇത് ഇവിടെ വരുന്നത് ഒരു ഓഫീസ് കെട്ടിടം എന്നതിന് അപ്പുറം ഇവിടെ എത്തുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് മാനസികോല്ലാസത്തിനും മറ്റുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിപുലമായ രീതിയിലുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഈ കൊച്ചിയുടെ തന്നെ ഒരു അടുത്ത ഒരു ഉപഗ്രഹ നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഈ മേഖലകളെല്ലാം തന്നെ മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് ഇതിൽ ഉള്ളത്. നിലവിൽ ലുലു ഗ്രൂപ്പിന്റെ തന്നെ 2 സൈബർ ടവറുകൾ ഇൻഫോ പാർക്ക് മേഖലയിൽ ഇൻഫോ പാർക്കിൽ ഉണ്ട്. അതിന് കൂടാതെയാണ് ഈ പുതിയ രീതിയിലുള്ള സൗകര്യങ്ങളിലേക്കടക്കം വരുന്നത്. നമുക്കറിയാം, ഇവിടേക്ക് മെട്രോ ദീർഘിപ്പിക്കുന്നു. അത് ഇൻഫോ പാർക്കിലാണ് അപ്പോൾ സെക്കൻഡ് ഫേസ് വന്ന് അവസാനിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയും ഇൻഫോ പാർക്ക് മേഖലയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ കടമ്പ്രയാറുമായി ചേർന്നുകൊണ്ട് വരുന്ന മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഇതിലേക്കെല്ലാം തന്നെ മുതൽക്കൂട്ടാവുകയാണ്. അങ്ങനെ ഒരു ഉപഗ്രഹ നഗരം എന്ന രീതിയിൽ കൊച്ചിക്ക് പുറത്ത് മറ്റൊരു നഗരം എന്ന രീതിയിൽ കൂടി വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ട്വിൻ ടവറുകൾ സജ്ജമാകുന്നതോടുകൂടി വലിയൊരു കുതിപ്പിലേക്ക് കൂടി കടന്നു വരികയും ചെയ്യുന്നത്. ഈ പദ്ധതി അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വലിയ രീതിയിലുള്ള കമ്പനികൾ, IT കമ്പനികൾ ഇവിടേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നേരത്തെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ അത് രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടങ്ങളിലെല്ലാം തന്നെ അനുബന്ധ സൗകര്യങ്ങളാണ് കൂടുതലായും വലിയ കമ്പനികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു ടയർ 2 നഗരങ്ങളിൽ പെടുത്തുന്ന രീതിയിലേക്ക് വരാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റു കമ്പനികൾ കൂടുതലായിട്ട് തന്നെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പല സവിശേഷതകൾ ഈ ട്വിൻ ടവറിനുണ്ട്. ഇതിൽ ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം 3 സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടു കൂടിയാണ് ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 100% പവർ ബാക്കപ്പ്, അതോടൊപ്പം തന്നെ 67 ഹൈ സ്പീഡ് ലിഫ്റ്റുകൾ എന്നിവ അടക്കം ഇവിടേക്ക് ഇതിന്റെ പ്രത്യേകതകളിൽ പെടുന്നവയാണ്. ഫുഡ് കോർട്ടുകളും മറ്റ് വിശാലമായ സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത്യാധുനിക കോൺഫറൻസ് ഹാൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വളരുന്ന ഒരു താല്പര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇലക്ട്രിഫൈഡ് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള പോയിന്റുകൾ, അങ്ങനെ അടക്കം നിരവധിയായ സൗകര്യങ്ങൾ, ജിംനേഷ്യം, വർക്കൗട്ട് സെന്ററുകൾ തുടങ്ങി മറ്റനുബന്ധ സൗകര്യങ്ങളെല്ലാം തന്നെ, അതായത് ഒരു ഓഫീസ് സമുച്ചയം എന്നതിനേക്കാളും അപ്പുറം ഇത് ഒരു അവർക്ക് മാനസികോല്ലാസം നൽകുന്ന വ്യായാമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതടക്കം ഒരുക്കിക്കൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് തന്നെ നമ്മുടെ IT മേഖലയിലേക്ക് ചുവടുവയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു for the digital launch of Lulu IT Twin Towers.
the official digital launch of the Lulu IT Twin Tower is about to begin. May I request all the dignitaries, along with Chief Guest Shri Pinarayi Vijayan, Shri V.D. Sadishan, guests of honor, Minister P. Rajiv, Minister G.R. Anil, Shri P.K. Kunjalikutti, Shri Haibi Eden, ലുലു ടിൻ ടവറിൻ്റെ വിശാലമായ വിപുലമായ സൗകര്യങ്ങളുള്ള ലുലു IT ടിൻ ടവറിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കും. ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു.